2145 കേട്ടോ. ശോഭാ സുരേന്ദ്രൻ 2145 വോട്ടിനാണ് മുന്നിൽ. അതായത് 8000 മാറി. എൻഡിഎ 5 സീറ്റുകളിൽ കൃത്യമായിട്ട് ലീഡ് നിലനിർത്തിയിരിക്കുന്നു. എന്തായാലും UDF ക്യാമ്പ് വളരെ ആവേശത്തിലാണ്. ഈ പറഞ്ഞ കണക്ക് പടക്കം പൊട്ടിക്കലൊക്കെ തുടങ്ങി കാണും പലയിടങ്ങളിൽ. കൃത്യമായിട്ട് തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു ആദ്യം ഒരു ലീഡ് നിലയിലേക്ക് ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോട് കഴിഞ്ഞാൽ. പക്ഷേ ഏകദേശം ലീഡ് നില മാറ്റം ഉണ്ടായാലും മാറ്റമൊന്നുമില്ല. 97 എന്നുള്ള ലീഡ് നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. 100 എന്നുള്ള ആ ഒരു അക്കത്തിലേക്ക് ലീഡ് നില ഉയർത്താനായിട്ട് വെറും 3 അക്കത്തിന്റെ കൂടി വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാദുഷ എന്തായിരിക്കും അങ്ങേയത്തെ ആഹ്ലാദ പ്രകടനമായിരിക്കില്ല, ഒരു തിരിച്ചുവരവാണ്, ചെറിയ തിരിച്ചുവരവ് കൂടിയല്ല. അതായത് ഇനിയൊരു പക്ഷേ ഇനി നമ്മൾ കേരളം കാണാൻ പോകുന്നത്, അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ കേരളം കാണാൻ പോകുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിജയ പ്രതീക്ഷകൾ അല്ലെങ്കിൽ വിജയത്തിന്റെ ആഘോഷങ്ങളായിരിക്കും. നമ്മൾ ഈ പറയാറില്ല, അതായത് ഇപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടുത്തെ കൊട്ടിക്കലാശമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ കൊട്ടിക്കേറാൻ പോകുന്നത് UDF ആയിരിക്കും. അതിനകത്ത് യാതൊരു മാറ്റമില്ല. സതീശൻ പിന്നിപ്പോയി, പരവൂര് സതീശൻ പിന്നിപ്പോയി. പിണറായി വിജയൻ പിന്നിലാണ്, സതീശൻ ഇപ്പോഴാണ് പിന്നിലാവുന്നത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സതീശൻ പിന്നിലാണെങ്കിൽ മുന്നണി മുന്നിലാണ്. അതാണ് സതീശൻ പിന്നിലാണെങ്കിൽ മുന്നണി മുന്നിലാണ്. ക്യാപ്റ്റൻ മുന്നിൽ പോയാലും അതുകൊണ്ട് UDF ക്യാമ്പിന് വലിയ അപ്പുറത്ത് ക്യാപ്റ്റൻ പിന്നിലാണ്, പാർട്ടി പിന്നിലാണ്. എന്തായാലും വി ഡി സതീശൻ പിന്നിൽ പോയിരിക്കും. താൽക്കാലികമായിട്ടാണെങ്കിലും പറവൂരിൽ വി ഡി സതീശന്റെ മണ്ഡലത്തിൽ വി ഡി സതീശന്റെ ലീഡ് നില താഴോട്ട് പോയിരിക്കുന്നുള്ള കാര്യമാണ്. LDF കോട്ടകളൊക്കെ, LDFന്റെ ചുവപ്പ് കോട്ടകളൊക്കെ തകർന്ന് തരിപ്പടമാകുന്ന കാഴ്ച കേരളം കാണുകയാണ്. ഏകദേശം 8 ഇത്തവണ കേരളത്തിൽ LDF ഇല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 50 വർഷത്തിൽ LDF ഇല്ലാത്ത രാജ്യമായി ഇന്ത്യ മാറുവാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 58 വർഷത്തിനിടയ്ക്ക് LDF ചരിത്രത്തിൽ ഇല്ലാതെ പോകുന്ന ഇന്ത്യയിൽ നിന്നേ ഭരണം അപ്രത്യക്ഷമാകുന്ന കാഴ്ചയിലേക്ക് കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്ന ആ ചുവപ്പ് കനൽ കൂടി കെട്ടടങ്ങുമോ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കനൽ ഒരു തരി മതി എന്ന് പറഞ്ഞിടത്ത് കനൽ ഒരു തരിയും ഇല്ല എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അല്ലേ. വി ഡി സതീശൻ പിന്നിൽ തന്നെ തുടരുകയാണ്. പറവൂർ മണ്ഡലത്തിൽ വി ഡി സതീശൻ ഇപ്പോഴും. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു പോട്ടെ, തമിഴ്നാട്ടിലെ TVK മുന്നിലാണ്, വിജയ് മുന്നിലാണ്, വിജയുടെ TVK മുന്നിലാണ് അല്ലേ, വലിയ തരത്തിൽ മുന്നിലാണ്. DMK 3ാം സ്ഥാനത്ത് പോയി, 3ാം സ്ഥാനത്തേക്ക് DMK 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. TVK മുന്നിൽ കയറി വരുന്നു. അതായത് തമിഴ്നാട്ടിലെങ്കിൽ തമിഴകത്തിന്റെ പുതിയ മുഖ്യമന്ത്രി വിജയൻ രക്ഷകൻ അണ്ണൻ കയറി വരുവാണ്. എന്തായാലും ചെറിയ കാര്യം. അപ്പോൾ ഇവിടുത്തെ 2 അണ്ണന്മാര് പിന്നിലാണ്. അതുകൂടി പറയണം. സതീഷ് അണ്ണനെ വിജയൻ അണ്ണനെ കാണാനില്ല. ഈ പാലായിൽ ജോസ് കെ മാണിയുടെ കാര്യം ഒന്ന് പറയണം. ജോസ് കെ മാണി ഇപ്പോഴും പിന്നിൽ തന്നെയാണ്. ജോസ് കെ മാണി കാണാനില്ല. അപ്പോഴും പൂഞ്ഞാറിൽ PC ജോർജിന്റെ കാര്യം പറയണം. PC ജോർജിനെയും കാണാനില്ല. മുന്നേ പിന്നിലാണല്ലോ, കാണാനില്ലല്ലോ. ആ 1 കോടി രൂപ ആർക്ക് കിട്ടും എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ജയശങ്കറിന് ചോദിക്കായിരുന്നു. PCR ശ്രദ്ധിക്കുക. PC ജോർജിന്റെ പടവും ശോഭാ സുരേന്ദ്രന്റെ പേരുമാണ് എഴുതി കാണിക്കുന്നത്. എന്തായാലും കേരളത്തിൽ UDF അനുകൂലമായിട്ടുള്ള തരംഗം 96-ൽ നിന്ന് 97-ൽ നിന്ന് 96-ലേക്ക് പോയിരിക്കുന്നുണ്ടെങ്കിൽ പോലും 100 എന്നുള്ള ആ സംഖ്യയിലേക്ക് ലീഡ് ഉയർത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 39 ഇടങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. കേരളത്തിൽ LDFന്റെ അവസ്ഥ വളരെ പരിതാപകരമെന്ന് പറയേണ്ടി വരുന്നു. ഈ കേരളത്തിൽ നഷ്ടമാകുന്ന അവസ്ഥ അല്ല, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയാണ്. നിലവിലെ സിറ്റിംഗ് MLA-മാരല്ലേ LDF-നെ സംബന്ധിച്ചുള്ള ഏറ്റവും മികച്ച MLA-മാരുണ്ടെന്ന ഒരു മന്ത്രിസഭ കൂടിയായിരുന്നു. ഏറ്റവും മികച്ച MLA-മാരായിരുന്നു ഇത്തവണ LDF-ന് ഉണ്ടായിരുന്നത്. അതില്ലെന്നല്ല, പരീക്ഷണങ്ങളൊക്കെ നടത്തിയാണ് കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും മികച്ച MLA-മാരാണ് എല്ലാവരും. അതിൽ ആര് തോറ്റാലും ആര് ജയിച്ചാലും മികച്ച MLA-മാരാണ്. 40 ആയിട്ടുണ്ട്. LDF 40 സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ 96 സീറ്റിൽ വ്യക്തമായി UDF ലീഡ് ചെയ്യുകയാണ്. UDF 96 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. NDAയുടെ ലീഡ് 5 സീറ്റിൽ നിന്ന് 1 സീറ്റ് കൂടി കുറഞ്ഞ 4 സീറ്റിലേക്ക്. അതുപോലെ 96 സീറ്റിൽ തമിഴ്നാട്ടിൽ ലീഡ് ചെയ്യുക. എന്തായാലും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ചിത്രം വ്യക്തമാവുകയാണ്. കേരളം, നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞു, ബംഗാൾ, പുതുച്ചേരി, അസം NDA ആണ് ലീഡ് ചെയ്യുന്നത്. അവിടെ ബംഗാളില് മമത ഇല്ല, അവിടെ NDA കയറി വരുവാണ്. അതുകൂടി പറഞ്ഞു. തിരുവല്ലയിൽ അനൂപ് ആന്റണി മുന്നിൽ തന്നെയാണ് കേട്ടോ. 56 വോട്ടുകൾക്ക് അനൂപ് ആന്റണി തിരുവല്ലയിൽ മുന്നിലാണ്. ഇപ്പോൾ കൃത്യമായിട്ട് തന്നെ 5 ഇടങ്ങളിലാണ് അല്ലെ, 5 ഇടങ്ങളിലാണോ NDA ഇപ്പോൾ ലീഡ് നിലനിർത്തിയിരിക്കുന്നത്? 4 NDA കൃത്യമായിട്ട് തന്നെ ലീഡ് നിലനിർത്തിയിരിക്കുന്നു. 4-5 അതിനപ്പുറം പോകുന്നില്ല, താഴേക്ക് പോകുന്നില്ല. നമ്മൾ ആലോചിക്കണം, LDF-ന്റെ കോട്ട കൊത്തളങ്ങളാണ് തകർന്നു പോകുന്നത്. അതും ഒരുപക്ഷെ മന്ത്രിമാരായിരുന്നവർ പോലും പല മണ്ഡലങ്ങളിലും പിന്നി പോകുന്നു. കായംകുളത്ത് പ്രതിഭ പിന്നി പോകുന്നു, വീണ ജോർജ് പിന്നി പോകുന്നു, പിണറായി വിജയൻ പിന്നി പോകുന്നു, KK ശൈലജ കയറി വന്നിട്ടുണ്ട്. ചെറിയ മാറ്റമാണെങ്കിൽ പോലും KK ശൈലജ കയറി വന്നിട്ടുണ്ട്. എന്നാൽ പോലും പല നേതാക്കളും, പ്രമുഖ നേതാക്കളും, ഒരുപക്ഷെ ജനകീയരായ നേതാക്കൾ പലരും LDF-ല് പിന്നി പോകുന്ന സാഹചര്യം. പേരാവൂർ സണ്ണി ജോസഫ് പിന്നിലാണ്. അതായത് KK ശൈലജ മുന്നിലാണെന്ന് പറയുമ്പോൾ KPCC പ്രസിഡന്റ് പിന്നിലാണ്, പ്രതിപക്ഷ നേതാവ് പിന്നിലാണ്, മുഖ്യമന്ത്രി പിന്നിലാണ്. കേരളത്തിൽ പലയിടത്തും ആഹ്ലാദ പ്രകടനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. UDF ക്യാമ്പ് അങ്ങേയറ്റത്തെ ആവേശത്തിലാണ്. ഈ പറഞ്ഞ പോലെ വളരെ 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 ആവേശം കൊടുക്കുന്ന കാഴ്ച കേരളത്തിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ സേഫ് സോണിലേക്ക്
വളരെ കൃത്യമായിട്ടുള്ള ലീഡ് നില ഉയർത്തിക്കൊണ്ട് പകുതിയിലധികം ലീഡ് നില എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഷുവർ ഷോട്ട് തന്നെയാണ് കേരളം UDF തൂക്കി ഇല്ലേ? 5 സംസ്ഥാനങ്ങളാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. 5 സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി NDA ലീഡ് ചെയ്യുക. ആലോചിക്കണം, പുതുച്ചേരി, അസം, ബംഗാൾ 3 അവിടെ NDA ആണ് ലീഡ് ചെയ്യുന്നത്. അതുകൂടാതെ 2 വരുമ്പോ തമിഴ്നാട്ടില് അണ്ണൻ കയറി വരുവാണ്. 1ാം സ്ഥാനത്താണ് ലീഡ് നിലയിൽ 1ാം സ്ഥാനത്താണ് TVK. വിജയ നേതൃത്വം കൊടുക്കുന്ന TVK തമിഴ്നാട്ടിൽ ലീഡ് നിലയിൽ അവിടെ DMK 3ാം സ്ഥാനത്തേക്ക് പിന്നപ്പെട്ടു. ADMK 2ാം സ്ഥാനത്തേക്ക്. അതെ, ബഹുശാ ധർമ്മടത്ത് പിണറായി വിജയൻ ഇപ്പോഴും പിന്നിലാണ്. ഏതാണ്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് അരമണിക്കൂറിലേക്ക് അടുക്കുന്നു. പിന്നിലാണ്. മുഖ്യമന്ത്രി പിന്നിൽ പോയിട്ട് അരമണിക്കൂർ ആവുകയാണ്. ഈ അരമണിക്കൂറുള്ളിൽ അദ്ദേഹം തിരികെ കയറി വന്നിട്ടില്ല. പിന്നിൽ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തായാലും ഈ ത്രിവർണ്ണ കരങ്ങൾ കേരളം തൂക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. കൃത്യമായിട്ട് തന്നെ പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ പിന്നിലാണ്, ജ്യോതികുമാർ ചാമക്കാലാണ് മുന്നിൽ നിൽക്കുന്നത്. പത്തനാപുരം KB ഗണേഷ് കുമാർ പിന്നിൽ തന്നെയാണ് അല്ലേ? ജ്യോതികുമാർ ചാമക്കാല അവിടെ 5 വർഷം പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. 5, അതായത് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ടെങ്കിലും അതേ അവിടെ ആ മണ്ഡലത്തിൽ കൃത്യമായ ഒരു MLA എങ്ങനെയാണോ അതുപോലെ ആ മണ്ഡലത്തിൽ സജീവമായി നിന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, UDF ഭരണം ഉറപ്പിച്ചു. ഇനിയിപ്പോൾ യാതൊരു മാറ്റവും ഇല്ല. UDF ഭരണം ഉറപ്പിച്ചു. ഇനിയിപ്പോൾ ലീഡ് നിലയിലേക്ക് നേരെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു ചിത്രത്തിൽ മാറ്റമില്ല. UDF തന്നെയാണ് കേരളം തൂക്കിയത്. അതിന് യാതൊരു മാറ്റമില്ല. കൃത്യമായിട്ട് തന്നെ പറയേണ്ടി വരും. കേരളത്തിലെ UDF അനുകൂലമായിട്ടുള്ള വിധി എഴുതിയിരിക്കുകയാണ്. ഞാനിപ്പോഴും ഞെട്ടലാണ്. കാരണം ധർമ്മടത്ത് UDF ലീഡ് ചെയ്യും. UDF ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. അത് ധർമ്മടത്ത് 2ാം റൗണ്ടിലും പിണറായി പിന്നിൽ തന്നെയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 20 മിനിറ്റോളമായി പിണറായിയുടെ ലീഡ് നില കൂപ്പുകുത്തിയിരിക്കുന്നു. ഏകദേശം ഈ വോട്ടിംഗ് ഇത് കൗണ്ട് 2ാം റൗണ്ടിലേക്ക് കടക്കുമ്പോഴും പിണറായി ധർമ്മടത്ത് പിന്നിൽ തന്നെയാണെന്നുള്ള ആണ് ചെറിയൊരു കാര്യമല്ല. അത് LDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം, ഇടത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശപ്പെടുന്ന കാര്യമാണ്. അടുത്ത മന്ത്രി ചിഞ്ചുറാണി പിന്നിലാണ്. അതെ, ഓരോ മന്ത്രിമാരിങ്ങനെ പിന്നിൽ പോകുമ്പോ നമ്മൾ ആലോചിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം ശക്തമായി കേരളത്തിൽ അലയടിച്ചിട്ടുണ്ട്. അത് കൊടുങ്കാറ്റായി വീശിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 100-ന് അടുത്തേക്ക് UDF എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ 94 ആണെങ്കിൽ പോലും അത് ഏറാനും ഇറങ്ങാനും സാധ്യതയുണ്ട്. 98 വരെ UDF ലീഡ് നില ഉയർത്തിയതാണ്. 2ാം റൗണ്ട് എണ്ണി തുടങ്ങിയതുള്ളൂ. അതാണ് കാര്യം. ഇനി എണ്ണാൻ കിടപ്പുണ്ട്. ഇനി അങ്ങോട്ട് പലതും മാറി മറിയാനുണ്ട്. മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റങ്ങൾ നമ്മൾ നിരന്തരം ഒരു വാക്ക് പോലും തെറ്റാതെ ഒരു മാറ്റവും ഇല്ലാതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. LDF ക്യാപ്റ്റന്റെ അടക്കം സർവ്വ കണക്കുകൾ തെറ്റുകയാണ്. കേരളത്തിൽ ഒട്ടും ആശ്വാസകരമല്ല LDF കാര്യങ്ങൾ. 43 ഇടങ്ങളിൽ മാത്രമായി LDF ചുരുങ്ങുകയാണ്. 93 ഇടങ്ങളിൽ കൃത്യമായിട്ട് തന്നെ UDF ആധിപത്യം ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളം ഇതേപോലെ തന്നെ UDF അനുകൂലമായ വിധി എഴുതാൻ ഇനി അത് പുറത്തു വരാൻ നിമിഷങ്ങൾ മാത്രമാണ്. ഒഫീഷ്യൽ ഡിക്ലറേഷൻ മാത്രമാണ് ബാക്കി. ഏകദേശം ചിത്രം വ്യക്തമാണ്. UDF അനുകൂലമായിട്ടുള്ള ട്രെൻഡ് തന്നെയാണ്, തരംഗം തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. സിറ്റിംഗ് മന്ത്രിമാരെല്ലാം ഇല്ലേ? 90 സീറ്റ് ഉണ്ടാവും. 90 അമ്പലപ്പുഴയിൽ G സുധാകരൻ ഇപ്പോഴും 1576 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. തുടക്കം മുതൽ തന്നെ സുധാകരൻ അദ്ദേഹത്തിന്റെ ലീഡ് അത് അതേ രീതിയിൽ തന്നെ നിലനിർത്തുകയാണ്. സുധാകരൻ താഴെ പോകുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. G സുധാകരൻ ആലപ്പുഴയിൽ വലിയ പ്രശ്നങ്ങളാണ്. അതായത് അവിടെ G സുധാകരൻ ഉറപ്പായിട്ടും കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിച്ചത് അവിടെ CPM വലിയ തിരിച്ചടി ആയിട്ടുണ്ട്. സലാമോന് എത്ര തന്നെ മാറ്റി പറഞ്ഞാലും അത് അവിടെ വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യും. അത് ആലപ്പുഴയിലെ ചിത്രം മാറ്റിമറിക്കുകയും ചെയ്യും. ചില പ്രധാനപ്പെട്ട വ്യക്തികളുടെ ലീഡ് നില പരിശോധിക്കുകയാണെങ്കിൽ കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. വേങ്ങരയിൽ KM ഷാജി മുന്നിലാണ്. തലശ്ശേരിയിൽ കാരായി രാജൻ 965 വോട്ടുകൾക്ക് മുന്നിലാണ്. വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് 97 എന്നുള്ള അവസ്ഥയിലേക്ക് ലീഡ് നില കുറഞ്ഞിരിക്കുന്നു. 97 എന്നുള്ള ലീഡിലേക്ക് VK പ്രശാന്തിന്റെ ലീഡ് ത്രികോണ മത്സരമാണ്. അവിടെ നമ്മുടെ IPS ഏരിയ കാണാനില്ല. IPS കാണാനില്ല. അവിടെ IPS ഇല്ല. അവിടെ തൃപ്പൂണിത്തറയിൽ അഞ്ജലി നായർ 2020 BJP NDA സ്ഥാനാർത്ഥി മത്സരിച്ച അഞ്ജലി നായർ എവിടെ പോയി? അഖിൽമാരെ കാണാനില്ല. പിന്നിലാണ്. ചക്ക സ്ഥാനാർത്ഥി അഖിൽമാരെ കാണാനില്ല. അടുത്ത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. കാണാനില്ല. ഞാനും ശോഭ ചേച്ചി ഒരുമിച്ചുണ്ടാവും. ശോഭ ചേച്ചി അവിടെ ഉണ്ട്. അഖിൽമാരെ കാണാനില്ല. ഭരണം കിട്ടുന്നെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസ മന്ത്രിയായ മതി എന്ന് പറഞ്ഞ അഖിൽമാരായിരുന്നല്ലോ ചിത്രത്തിൽ പിന്നിലാണ് എന്ന് കാണിക്കാൻ പോലും എങ്കിലും കാണുന്നില്ല. കേരളം നഷ്ടപ്പെടുത്തിയത് മികച്ചൊരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. സങ്കടപ്പെടേണ്ടി വരും അല്ലേ? ഭാവി സങ്കടപ്പെടേണ്ടി വരും ചിലപ്പോൾ. പേരാവൂര് KK ശൈലജ ടീച്ചർ മുന്നിലാണ് കേട്ടോ. നേരത്തെ മുന്നിലാണ്. പിണറായി എന്തായാലും നിലവിൽ പിന്നിൽ തന്നെയാണല്ലേ. 91-45-4 ധർമ്മടത്ത് പ്രത്യേകിച്ച് UDF വീണ്ടും ലീഡ് നില ഉയർത്തുകയാണ്. ക്യാപ്റ്റന്റെ തട്ടകത്തിൽ UDF
ഈ ലീഡ് നില ഉയർത്തിക്കൊണ്ടുവരുന്ന ഞാൻ ഒരു കാര്യം എടുത്ത് പറയട്ടെ. രണ്ടാം റൗണ്ടിലും പിണറായി വിജയൻ പിന്നിലാണ്. ഏകദേശം അരമണിക്കൂറായിട്ട് ലീഡ് നില രണ്ടാം റൗണ്ട് എണ്ണി കഴിയുമ്പോൾ പിണറായി വിജയൻ പിന്നിൽ തന്നെയാണ്. പാലായിൽ ജോസ് കെ മാണി പിന്നിലാണ്. തുടക്കം മുതലേ പിന്നിലാണ്. അവിടെ മാണി സി കാപ്പൻ വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട്. വടകരയിലെ കെ രമ മുന്നിൽ തന്നെയാണ്. അതുപോലെ തിരുവമ്പാടിൽ CK കാസിം 2706 വോട്ടുകൾക്ക് മുന്നിലാണ്. മണലൂരിൽ C രവീന്ദ്രനാഥ് 42 വോട്ടുകൾക്ക് മുന്നിലാണ്. എന്തായാലും കൃത്യമായിട്ട് തന്നെ പറയാൻ സാധിക്കും, കേരളം UDF അനുകൂലമായിട്ടുള്ള വിധി എഴുതുകയാണ്. ഇനി കൃത്യമായിട്ട് തന്നെ കണക്കുകൾ, അവസാന ഘട്ട കണക്കുകളൂടെ വന്ന് കേരളം ഒഫീഷ്യലായിട്ട് UDF തൂക്കി, കോൺഗ്രസ് തൂക്കി എന്ന് പറയുന്നത് രാജീവ് പിന്നിലാണ്. ഒരു കാര്യം കൂടി, VD സതീശൻ ഇപ്പോഴും പിന്നിൽ തന്നെയാണ് കേട്ടോ. ആണല്ലേ? UDFന്റെ VD സതീശൻ, അതായത് ലീഡ് നില UDF ലീഡ് നില കുറഞ്ഞിട്ടുണ്ട്. 92 ആയിട്ടുണ്ട്. 92-44. LDF 44 സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ 92 സീറ്റുകളിലാണ് UDF ലീഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 4 സീറ്റുകളിൽ ഇപ്പോഴും NDA അവരുടെ ലീഡ് നിലനിർത്തുകയും. ഈ സമയത്ത് എടുത്ത് പറയേണ്ട കാര്യം, ബേപ്പൂർ മുഹമ്മദ് റിയാസ് മുന്നിൽ തന്നെയാണ്. ഒരു തവണ പോലും പിന്നിൽ പോയിട്ടില്ല. അവിടെ PV അൻവറിനെ കാണാനേ ഇല്ല. PV അൻവർ എന്തായെന്നറിയില്ല, മുട്ടയടിച്ച് കാതുകുത്തേണ്ടി വരുമായിരിക്കും. അതാണ് സാഹചര്യം. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അമ്പലപ്പുഴയിൽ G സുധാകരൻ 1576 വോട്ടിന് ഇപ്പോഴും മുന്നിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ലീഡ് നില ഒരിക്കൽ പോലും പിന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും G സുധാകരൻ അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ വ്യക്തമായ ലീഡ് നിലനിർത്തുകയാണ്. നിലമ്പൂരിൽ ആര്യാണ് ഷൗക്കത്ത് 5871 വോട്ടുകൾ. മഞ്ചേശ്വരത്തെ KM അഷ്റഫ് 2452 വോട്ടിന് മുന്നിലാണ്. അതായത് പ്രധാനപ്പെട്ട ലീഗിന്റെ UDFന്റെ ഒക്കെ എല്ലാ സ്ഥാനാർത്ഥികളും മുന്നിൽ തന്നെയാണ്. അതുപോലെ തന്നെ VD സതീശനൊക്കെ ബാക്കി എല്ലാ പ്രമുഖ നേതാക്കളും മുന്നിലാണ്. പക്ഷേ കാര്യമില്ല, മുന്നിലാണ്. UDFന്റെ തരംഗം തന്നെ ഉണ്ടെന്ന് പറയേണ്ടി വരും. ഇനിയെങ്കിലും രാഹുൽ പറയണം. അല്ല, ഞാനത് ഒരു 10 മിനിറ്റ് മുമ്പ് സമ്മതിച്ചല്ലേ, UDF തരംഗമാണ്. മൊത്തത്തിൽ UDFന് അനുകൂല ട്രെൻഡാണ്. UDF തൂക്കി എന്ന് പറയേണ്ടി വരും. ത്രിവർണ്ണ പതാക ത്രിവർണ്ണ കരങ്ങൾ തൂക്കിയില്ല കേരളം. എന്തായാലും വളരെ കൃത്യമായിട്ട് തന്നെ പിണറായി വീണ്ടും രണ്ടാം റൗണ്ടിൽ പിന്നിൽ തന്നെയാണെന്നുള്ളതാണ് LDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിരാശ ഉണ്ടാക്കുന്ന കാര്യം. ഏകദേശം അരമണിക്കൂറായി ലീഡ് നിലയിൽ പിണറായി വിജയന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ധർമ്മടത്ത് UDFന്റെ കൃത്യമായ ലീഡ് നില ഉയർത്തിക്കൊണ്ടുവരാനും കണക്കുകളൊക്കെ തെറ്റുകയാണ്. ധർമ്മടത്തടക്കം UDFലും LDFലും മാറ്റം ഉണ്ടാകുമ്പോൾ NDA യാതൊരു മാറ്റമില്ലാതെ 4 സീറ്റ് അങ്ങനെ തന്നെ പോകുന്നു. ഒരു കാര്യം കൂടി പറയാനുള്ളത്, UDFന്റെ ലീഡ് നില 92 നിന്ന് 91 കുറഞ്ഞിട്ടുണ്ട്. ഒരു സീറ്റ് കൂടി ഇപ്പൊ 90 കുറഞ്ഞു. UDFന്റെ ലീഡ് നില 90 കുറയും. 90 സീറ്റിൽ UDF ലീഡ് ചെയ്യുമ്പോൾ 46 LDFന്റെ ലീഡ് നില. അത് രണ്ടാം റൗണ്ട് എണ്ണി തുടങ്ങിയതുള്ളൂ. അതിൻ്റെതാണ് അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. കോഴിക്കോടൊക്കെ BJP ഒരു തവണ പോലെ വിജയ പ്രതീക്ഷ വെക്കാത്ത സ്ഥലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. കേരളത്തിൽ ഇപ്പോൾ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 14 മന്ത്രിമാര് പിന്നിലാണ്. 14 മന്ത്രിമാർ പിന്നിലാണ്. 14 മന്ത്രിമാർ പുറത്തേക്ക് പോവാണ്. വനവാസത്തിന് പോകേണ്ടത് മന്ത്രിമാരാണ്. ഉറപ്പാണ്. അത് ആര് പോകുന്നത് ഇനി കണ്ടറിയണം. എന്തായാലും 47 ഇടങ്ങളിൽ LDF ലീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു തോൽവിയാണ് വരുന്നെങ്കിൽ CPM ഏറ്റവും നാണം കെട്ട തോൽവിയായിരിക്കും. അത് ഒരിക്കലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നേ. അവർക്ക് ഈ പറഞ്ഞ ഏത് നിസ്സാരപ്പെട്ട ലീഡ് നിലയിലേക്ക് പറഞ്ഞത് ഉറപ്പായിട്ട് ജയിച്ചിരിക്കുന്ന ഈ NV ഗോവിന്ദന്റെ കോൺഫിഡൻസ് ഇതുവരെ കണ്ടില്ല. PC ജോർജ്, MV ഗോവിന്ദൻ അതുപോലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആണ് അവർക്ക്. അഖിൽമാരൊക്കെ സെയിം കോൺഫിഡൻസിലുള്ള ആൾക്കാരാണ്. അവരൊക്കെ തോറ്റാൽ പോലെ അവർക്ക് തോറ്റു സമ്മതിക്കാൻ വലിയ പാടുള്ള ആൾക്കാരാണ്. അതെ, അഞ്ജലി നായർ MLA കഴിച്ചിട്ട് പോയാൽ മതി. MLAക്ക് വീട്ടിൽ നിന്ന് കഴിക്കാം. ഇതാണ് സാഹചര്യം പല സ്ഥലത്തും. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ ലീഡ് ചെയ്യുമ്പോൾ ആലോചിക്കണം. ബിന്ദു പറവൂരിൽ VD സതീശൻ പിന്നിൽ പോയിരുന്നു. അദ്ദേഹം ഇപ്പോൾ ലീഡ് നില ഉയർത്തിക്കൊണ്ട് അദ്ദേഹം മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. സതീശണ്ണൻ കയറി വന്ന് തുടങ്ങി. അപ്പോഴും ക്യാപ്റ്റൻ വന്നിട്ടില്ല. ക്യാപ്റ്റൻ എത്തിയിട്ടില്ല. ഏകദേശം അരമണിക്കൂർ രണ്ടാമത്തെ റൗണ്ട് ഏകദേശം പൂർത്തിയായപ്പോഴും ഏകദേശം അരമണിക്കൂറായിട്ട് തന്നെ ക്യാപ്റ്റൻ പിന്നിൽ തന്നെയാണ്. ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തും ആഹ്ലാദ പഠനങ്ങളൊക്കെ നടക്കുകയാണ്. കേരളത്തിലെ റോഡുകളിൽ എത്ര തന്നെ പോകാൻ സാധ്യതയില്ല. എന്തായാലും 85-ന് മേളിൽ നിൽക്കും. അതിനുള്ള സാധ്യത വ്യക്തമായി കാണുന്നത്. കൃത്യമായിട്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഏകദേശം ഉത്തരം കിട്ടുകയാണ്. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കേരളം UDFന് അനുകൂലമായിട്ടുള്ള ട്രെൻഡ് എന്നല്ല, UDF കൊടുങ്കാറ്റായിട്ട് വീശുകയാണല്ലേ കേരളത്തിൽ. പാലായിൽ മാണി സി കാപ്പൻ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ലീഡ് നില വെറും 193 വോട്ട് മാത്രമാണ്. മാറ്റിമറിയാൻ സാധ്യതയുണ്ട്. മാറ്റിമറിക്കപ്പെടാം. ഏത് നിമിഷവും ജോസ് കെ മാണിയോ അല്ലെങ്കിൽ നമ്മുടെ ഷോൺ ജോർജോ ഷോൺ ജോർജ് വരാൻ സാധ്യതയില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിന് മുന്നേ പറഞ്ഞായിരുന്നു. എവിടെയെങ്കിലും ഒരു തവണയെങ്കിലും പറഞ്ഞു. ഇതുവരെ വന്നിട്ടില്ല. ഒരു പക്ഷേ BJP അനുകൂല ബൂത്തുകൾ ഇനി എണ്ണാൻ ഉണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും
ഈ ഒരു സാഹചര്യത്തിൽ അവിടെ മത്സരം നടക്കുന്ന മാണി സി കാപ്പനും ജോസ് കെ മാണിയും തമ്മിലാണ്. തീർച്ചയായും അതാണ് അവിടുത്തെ സാഹചര്യം. പേരാവൂർ കെ കെ ശൈലജ ടീച്ചർ മുന്നിലാണ്. എന്താണ് അവസ്ഥ? മൊത്തത്തിൽ പേരാവൂർ കെ കെ ശൈലജ ടീച്ചറിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാവുമോ? പി കെ ശശി ഒറ്റപ്പാലത്ത് പിന്നിലാണ് കേട്ടോ. പി കെ ശശി ഒറ്റപ്പാലത്ത് പിന്നിൽ. പേരാവൂർ ശൈലജയുടെ സ്ഥലമാണ്, നാടാണ്, ജന്മനാടാണ്. സ്വാഭാവികമായിട്ടും അവിടെ രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമുണ്ട്. ഒരാൾ KPC പ്രസിഡന്റാണ്, രണ്ടാമത് ഏറ്റവും മികച്ച ആരോഗ്യ മന്ത്രിയായിരുന്ന ഒരാളാണ്. രണ്ടുപേരെയും നമ്മൾ കുറച്ച് കാണണ്ട, രണ്ടുപേരും മികച്ച സ്ഥാനം. കേരളത്തിൽ തന്നെ എക്കാലത്തെയും വളരെ ജനകീയമായിട്ടുള്ള ഒരു നേതാവ്, ജനകീയമായിട്ടുള്ള മന്ത്രി തന്നെയാണല്ലേ കെ കെ ശൈലജ. വിവാദങ്ങളിലും പറഞ്ഞില്ലല്ലോ, മുന്നിലാണല്ലേ. BJP വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർ മുന്നിലാണ്. ഒരു കാര്യം കൂടി, കായംകുളത്ത് എം ലിജു ഇപ്പോഴും മുന്നിൽ തന്നെയാണ്. തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ലീഡ് നിലനിർത്തുന്നുണ്ട്. എം ലിജു ഇത്തവണ അദ്ദേഹം ജയിക്കും. ആറന്മുളയിൽ അബിൻ വർക്കി മുന്നിലാണ്. വീണ ജോർജ് പിന്നിൽ തന്നെയാണ്. വീണ ജോർജ് തുടക്കഘട്ടം മുതൽ തന്നെ പിന്നിലാണ്. ആറന്മുളയിൽ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി ഇപ്പോഴും വ്യക്തമായ അദ്ദേഹത്തിന്റെ ലീഡ് നിലനിർത്തുകയാണ്. പല മന്ത്രിമാരും പിന്നിൽ തന്നെയാണ് ഇപ്പോഴും. VN വാസവൻ, വീണ ജോർജ്, ബിന്ദു, റോഷി അഗസ്റ്റിൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതാണ് ഏറ്റവും വലിയ കാര്യം. പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാരിൽ പലരും പിന്നിലാണ്. 14 മന്ത്രിമാരാണ് പിന്നിപ്പോയത്. 14 മന്ത്രിമാർ ഒരു ഡസൻ കഴിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. 14 മന്ത്രിമാർ പിന്നിപ്പോകുന്ന അവസ്ഥ. LDF കോട്ടകൾ തകർന്നടിയുകയാണെന്ന് പറയാം അല്ലെ. സതീശൻ ഗെയിം ചേഞ്ചറായി മാറുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതായത് കൃത്യമായി കേരള രാഷ്ട്രീയത്തിലെ മാറ്റിമറിക്കുന്ന ഗെയിം ചേഞ്ചറായി സതീശൻ മാറുന്നു. രാഷ്ട്രീയ ചാണക്യനായി സതീശൻ മാറുന്നു. സതീശന്റെ പ്ലാനുകളൊക്കെ വർക്കൗട്ടായി, കൃത്യമായിട്ട് തന്നെ വർക്കൗട്ടായി എന്ന് പറയേണ്ടി വരും. പിന്നെ സതീശൻ മാത്രം പറഞ്ഞാൽ പോരാ, എല്ലാ നേതാക്കന്മാരുണ്ട്. ഒരുപാട് പറഞ്ഞതുപോലെ തോറ്റാൽ സതീശന് മാത്രവും ജയിച്ചാൽ എന്തായാലും തലയായിട്ട് മുന്നിൽ നിൽക്കാൻ VD സതീശൻ ഉണ്ടായിരുന്നെങ്കിലും അതിൽ പണിയെടുത്ത ഒരുപാട് ആൾക്കാർ, ഗ്രൗണ്ട് വർക്ക് ചെയ്ത ഒരുപാട് നേതാക്കന്മാരും പണികളും സാധാരണ UDF കൊടി പിടിച്ച ഒരുപാട് ആൾക്കാരെയും ഈ വേളയിൽ എന്താണ് സ്മരിക്കേണ്ടതുണ്ട്. ഓർക്കുകയാണ്, നമ്മൾ ഓർക്കുകയാണ്. നമ്മളല്ല ഓർക്കേണ്ടത്, എന്തായാലും ഇടതു മുന്നണിക്ക് കൃത്യമായിട്ട് തന്നെ ഒരു ഇരുത്തി ചിന്തിക്കാനുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എവിടെയാണ് നമ്മൾക്ക് തെറ്റിയത് എന്നുള്ളത് ഇനി ഈ സാഹചര്യത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ FB പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞതിനോട് വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞ ജനങ്ങൾ മോനെ വിജയം എന്നല്ല, ഇറങ്ങിപ്പോ ജീവിതം എന്നാ മുഖ്യമന്ത്രി താഴെ പറയുന്ന ഒരു ഫോട്ടോ ഇല്ലേ? മുഖ്യമന്ത്രി എന്തോ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ഫോട്ടോയും കൊടുത്തിരിക്കുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടം ഭയങ്കര ആക്റ്റീവ് ആണ്. അദ്ദേഹം പുറത്ത് പോയിട്ടില്ല ഇതുവരെ. അതാണ് ഏറ്റവും വലിയ കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലിക്കുന്ന നിരവധി പേരുണ്ടാവുന്നു കോൺഗ്രസിൽ. അതാണ് ഏറ്റവും വലിയ കാര്യം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ പത്തനംതിട്ട വഴി യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടു. സ്വാഭാവികമായി സംസാരിക്കുന്നു. അതിനിടയിൽ ഞങ്ങൾ നിന്ന് സംസാരിച്ച ഒരു 10 മിനിറ്റിനുള്ളിൽ 10-25 ആളുകൾ അധികമാണ് വന്നത്. ഇത്രയൊക്കെ വിഷയങ്ങൾ ഉണ്ടായെങ്കിലും ഇത്തരം കേസുകളൊക്കെ പ്രതിയാണെങ്കിൽ പോലും അദ്ദേഹത്തോട് ആളുകൾക്ക് ഒരു ആരാധന, അതെ, അതിന്റെ ഒരു വേറെ വശം നിന്നോ അതിനകത്തൊരു രാഷ്ട്രീയ പക വീട്ടിലുണ്ടെന്ന് ഇപ്പോഴും ചിന്തിക്കുന്ന സ്ത്രീകളടക്കമുള്ളവരുണ്ടാവുന്നു. അതാ ഏറ്റവും വലിയ കാര്യം. അതെ, രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ ഇപ്പോഴും അത് പാലക്കാടായിരുന്നാലും ഈ പറഞ്ഞ രാഹുലിന്റെ മണ്ഡലത്തിലായിരുന്നു, രാഹുലിന്റെ സ്വന്തം നാട്ടിലായിരുന്നാലും രാഹുലിനെതിരെ പക വീട്ടുമായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഈ പണി കൊടുക്കുമായിരുന്നു ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് PR ആയിരിക്കാം, ഒരുപക്ഷെ PR ഉണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും രാഹുൽ മാങ്കൂട്ടം അവിടെ കയറി വന്നത് ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞു തന്നെ പോകണം കേട്ടോ. എന്താണെന്നറിയാമോ? എന്തായാലും കേരളത്തിലെ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ 140 മണ്ഡലങ്ങൾ സ്ഥിതി എടുക്കുകയാണെങ്കിൽ LDF 48 ഇടങ്ങളിൽ ലീഡ് ചുരുങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അരമണിക്കൂറിലധികമായിട്ട് പിണറായി വിജയൻ BP അബ്ദുൾ അവിടെ മുന്നിൽ നിൽക്കുവാണ്. ഒരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. UDF-ന്റെ ലീഡ് നില 97 സീറ്റിലേക്കൊക്കെ എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 88ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. 88 ലീഡ് നില മാത്രമേ മാറ്റുള്ളൂ, പക്ഷേ ചിത്രം ഏകദേശം വ്യക്തമാണല്ലേ? അതെ, എങ്കിലും UDF-ന്റെ ലീഡ് നില 97-ൽ നിന്ന് 88ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. UDF 38ലേക്കൊക്കെ പോയെങ്കിൽ അത് ഉയർത്തി 48 സീറ്റിലേക്ക്, LDF അവരുടെ ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. NDA ആണ് യാതൊരു ചലനവും ഇല്ലാതെ അതേ രീതിയിൽ തന്നെ 4 സീറ്റിൽ ഇപ്പോഴും അവരുടെ ലീഡ് കൃത്യമായി തുടരുകയാണ്. മഞ്ചേശ്വരത്തടക്കം കെ സുരേന്ദ്രന്റെ പിന്നിലാണെങ്കിൽ പോലും കേരളത്തിൽ 5 ഇടങ്ങളിൽ കൃത്യമായിട്ട് NDAക്ക് ആധിപത്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം നിലവിലത്തെ ചിത്രം അനുസരിച്ച് പറയാനായിട്ട്. 14 മന്ത്രിമാരോളം കേരളത്തിൽ പിന്നിലാണ് ഇടത് മുന്നണിയുടെ എന്ന് പറയേണ്ടി വരും. 14 മന്ത്രിമാർ പിന്നിലാണ്. ചെറിയ കാര്യമല്ല. ക്യാപ്റ്റൻ അടക്കം പിന്നിലാണ്. പരാജയപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയാൽ പോകുന്നറിയില്ല. ഒരു പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ 2523 വോട്ടിന് പിന്നിലാണ്. 2523 വോട്ടിന് ആറന്മുളയിൽ ഒരു തിരിച്ചുവരവിന് അസാധ്യമാണ്. 7500ഓളം വോട്ടിന് അബിൻ വർക്കി, സ്ഥാനാർത്ഥി അബിൻ വർക്കി ആറന്മുളയിൽ 7500ഓളം വോട്ടിന് ലീഡ് ചെയ്യാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലേ, ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികളിൽ പ്രധാനപ്പെട്ട ആളാണ് അബിൻ വർക്കി. രണ്ടാമത് മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസ് ജയിക്കണമെന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥത ആഗ്രഹിക്കുന്നുണ്ട്.
കേസ് അവിടെ ജയിക്കും, ഉറപ്പാണ്. അബിൻ വർക്ക് ജയിക്കണം ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു. ആൻസിലെ പിന്നിൽ പോയി കേട്ടോ. നെയ്യാറ്റിക്കൽ ആൻസിൽ 1219 വോട്ടിന് പിന്നിലാണ്. അവിടെ മുന്നിലാണ്. അവിടെ ശക്തം പിന്നിൽ പോയി. എന്നാലും ബേപ്പൂരിൽ ഈ പറഞ്ഞ കണക്ക് റിയാസ് തന്നെയാണ് കൃത്യമായിട്ട് തന്നെ തുടക്കം മുതൽ തന്നെ അല്ലേ ലീഡ് നില ഉയർത്തിക്കൊണ്ട് മാറിമറിയിലേക്ക് ഉണ്ടായെങ്കിലും ഇതുവരെ പിന്നിൽ പോയിട്ടില്ല. റിയാസ് പിന്നിൽ പോയില്ല, അബിൻ വർക്കും പിന്നിൽ പോയിട്ടില്ല. അബിൻ വർക്ക് ഇതുവരെ പിന്നിൽ പോയിട്ടില്ല. വീണ ജോർജ് വരെ മുന്നിലോട്ട് വന്നിട്ടില്ല. അന്ന് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ്. വീണ ജോർജിനെ മത്സരിപ്പിക്കുന്ന സമയത്ത് രണ്ടാമത് സീറ്റ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബം അത് വേണ്ട, ഇനി മത്സരിക്കാൻ താല്പര്യമില്ല. അല്ല, ഞാൻ അതിനെ കാണുന്നത് ഇലക്ഷൻ സ്ട്രാറ്റജി ആയിട്ടാണ് കാണുന്നത്. അതെ, എന്താണെന്നറിയാമോ, ഞാനത് ആ വാർത്ത വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ അവിടെ കണ്ടെന്നറിയാമോ, കുടുംബം പോലും ഇതാ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും മത്സരിക്കുന്നത് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തൊരു, അതെ, ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. എന്തായാലും ചില ചിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ 3682 വോട്ടുകൾക്ക് മുന്നിലാണ്. കാസർഗോഡ് കലണ്ട്ര മാഹിൻ 6990 വോട്ടുകൾക്ക് മുന്നിലാണെന്നുള്ളതാണ്. കേരളം മൊത്തത്തിൽ UDF അനുകൂലമായിട്ടുള്ള വിധി എഴുതുകയാണ്. ജനവിധി, ജനങ്ങൾ UDF-നൊപ്പമാണ് കേരളത്തിൽ നിന്ന്. മുന്നിലാണ് 600 സംതിങ് വോട്ടിന്. എവിടെയാണ്? വാമനപുരത്ത്. അതായത് UDF-ന്റെ ഈ 1ാം നിര, 2ാം നിര, 3ാം നിര എല്ലാം മുന്നിലാണ്. അതായത് അവരുടെ യുവ സ്ഥാനാർത്ഥികളടക്കം, യുവത്വങ്ങളടക്കം മുന്നിലാണ്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല 2597 വോട്ടുകൾക്ക് മുന്നിലാണ്. പത്തനാപുരം ഗണേഷ് കുമാർ ഒരുപക്ഷെ ജനകീയനായ മന്ത്രി എന്ന് പറയുന്നതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ KSRTC അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നിരവധി പുതിയ ട്രെൻഡുകൾ കൊണ്ടുവന്ന, പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ അദ്ദേഹം പിന്നിൽ പോകുന്ന കാഴ്ചയാണ്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ പിന്നിൽ പോകുന്ന കാഴ്ച. ഏകദേശം 14 മന്ത്രിമാരോളം കേരളത്തിൽ LDF-ന്റെ 14 മന്ത്രിമാരോളം പിന്നിൽ പോകുന്ന അവസ്ഥ. അവിടെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് സ്റ്റാലിൻ പിറകെ പോയി 52 സീറ്റിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന സാധ്യത. അവിടെ DMK വലിയ രീതിയിൽ കയറി വന്നു. അതായത് ജയലളിതയുടെ പാർട്ടിയായ DMK അവിടെ കയറി വന്നു. ഒറ്റ കാര്യം കൂടി, ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ, പിണറായി വിജയന്റെ മണ്ഡലത്തിൽ UDF വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൃത്യമായിട്ട് തന്നെ ഒരു ചിത്രം വ്യക്തമാവുകയാണ്. 87 ഇടങ്ങളിൽ UDF മുന്നിൽ തന്നെയാണ്. വീണ്ടും പറയുന്നു 14 മന്ത്രിമാർ പിന്നിലാണ്. 14 മന്ത്രിമാർ പിന്നിലേക്ക് പോകുന്ന അവസ്ഥ. യാതൊരു മാറ്റമില്ലാതെ, യാതൊരു ചാഞ്ചാട്ടം ഇല്ലാതെ ഇപ്പോഴും പിന്നിൽ തന്നെയാണ്. മുഖ്യമന്ത്രി അടക്കം പിന്നിൽ പോകുന്ന അവസ്ഥ. മുഖ്യമന്ത്രി ഏതാണ്ട് അരമണിക്കൂറിലധികമായി അദ്ദേഹം പിന്നിലാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ. അവിടെ UDF ഇപ്പോഴും ഓരോ ഘട്ടം കഴിയുമ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മന്ത്രിമാർക്കടക്കം വനവാസത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കേരളത്തിൽ എത്തുകയാണ്. കൃത്യമായിട്ട് തന്നെ UDF-ന് അനുകൂലമായിട്ട് കേരളം വിധിയെഴുതുകയാണെന്ന് പറയേണ്ടി വരും. UDF-ന് അനുകൂലമായിട്ടുള്ള തരംഗം ചെറിയ തരംഗമല്ല, അത് ചെറിയ കാറ്റല്ല, കൊടുങ്കാറ്റാണെന്ന് പറയേണ്ടി വരും. 88 ഇടങ്ങളിൽ പിന്നിലേക്ക് പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ക്യാപ്റ്റൻ അടക്കം NDA ലീഡ് കുറഞ്ഞിട്ടുണ്ട്, 3ആയി മാറിയിട്ടുണ്ട്. ലീഡ് 3ആയി മാറി. 5-4 പോയി ആദ്യമായിട്ട്. അതായത് കഴിഞ്ഞ 2 മണിക്കൂറിനിടയ്ക്ക് ഇപ്പോഴാണ് NDA ലീഡ് നില താഴേക്ക് 3ലേക്ക് പോയിരിക്കുന്നു. NDA 3 സീറ്റ്, വ്യക്തമായ ലീഡ് 3 സീറ്റ് ഉണ്ടാവുന്നു. എടുത്തു പറയണം, ഓരോ മണ്ഡലം നമ്മൾ നോക്കുമ്പോഴേ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് UDF-ന്റെ ഒരു തേരോട്ടം തന്നെ ഉണ്ടാവുന്നുണ്ട്. UDF വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. 2011 ആവർത്തിക്കപ്പെടുന്നു. തീർച്ചയായും അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. 88 സീറ്റിലാണ് UDF ലീഡ് ചെയ്യുന്നത്. അതേസമയം തന്നെ 49 സീറ്റിലേക്ക് LDF-ന്റെ ലീഡ് ചുരുങ്ങിയിരിക്കുകയാണ്. NDA 4 എന്നുള്ള ഒരു ലീഡ് നിലയിൽ നിന്ന് 3 സീറ്റ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഒരുപക്ഷെ കോൺഗ്രസിന് എടുത്തു പറയാൻ ഒരു നേതാവില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതായത് ഉമ്മൻചാണ്ടി, കരുണാകരൻ അവരെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന, അവർക്ക് എടുത്തു പറയാൻ ഉണ്ടാകുന്ന ഒരു അധികായനായ ഒരു നേതാവ് ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ പോലും 88 സീറ്റിന് മുന്നിലാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ അടിത്തറ ഇപ്പോഴും ഇളകിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം 2523 വോട്ടിന് പിണറായി വിജയൻ പിന്നിലാണ്. ഇപ്പോഴും 2523 വോട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും പിന്നിലാണ്. 3ാം റൗണ്ടിൽ പിന്നിലാണ്. 3ാം റൗണ്ട് കഴിഞ്ഞ് 3ാം റൗണ്ടിലേക്ക് കൗണ്ട് പൂർത്തിയാകുന്നു. അപ്പോഴും പിണറായി വിജയൻ പിന്നിൽ തന്നെയാണ്. തോറ്റുപോയാൽ CPM എങ്ങനെയായിരിക്കും എന്തെന്ന് പറയും? വെളിയിറങ്ങാൻ പറ്റത്തില്ലല്ലോ. വീടിന്റെ മുന്നിൽ പോലും വരാൻ പറ്റുന്ന അവസ്ഥയല്ലേ. സൈബർ ഗ്രൂപ്പ് സൈലന്റ് ആണ്. CPM-ന്റെ സൈബർ ഗ്രൂപ്പ് മൊത്തം സൈലന്റ് ആണ്. അതായത് ഈ സമയത്ത് മൊത്തം നോക്കുമ്പോൾ CPM-ന്റെ സൈബർ ഗ്രൂപ്പ് അടക്കം എല്ലാം സൈലന്റ് ആണ്. അവിടെ UDF-ന്റെ സൈബർ ഗ്രൂപ്പ് വലിയ തരത്തിൽ ആവേശം ഉണ്ടാക്കുന്നു. എന്ത് സംഭവിക്കുന്ന അറിയാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നു. പിണറായി വിജയൻ അടക്കം പിന്നീട് പോകുന്ന ഈ ഒരു അവസ്ഥ
കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്ന് കൂടി പറയേണ്ടി വരും. തീർച്ചയായും ഇതിപ്പോ പിണറായി വിജയൻ പിന്നിലായിട്ട് കുറെ സമയമായി UDF ഏകദേശം അരമണിക്കൂർ മുകളിലായി അല്ലേ? പക്ഷേ UDF കൃത്യമായിട്ട് തന്നെ UDFന്റെ കാൻഡിഡേറ്റ് അവിടെ ലീഡ് ഉയർത്തിക്കൊണ്ട് വരികയാണ്. ഒരു പക്ഷേ മൂന്നാം റൗണ്ടിൽ പിണറായി പിന്നിൽ തന്നെയാണ്. അത് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ പറയാവുന്നറിയില്ല. തമിഴ്നാട്ടില് TV-ക്ക് മുന്നിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, തൃശ്ശയുടെ പേരിൽ വലിയ പടിയൊക്കെ കേട്ട വലിയൊരു സാഹചര്യം ഉണ്ടാകുന്ന സാഹചര്യമാണ്. TV-ക്ക് മുന്നിൽ വന്ന സാഹചര്യം തൃശ്ശ TV-യുടെ നേരമുള്ള ഷോൾ അണിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തൃശ്ശ പണ്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാനൊരു 11 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഞാൻ എവിടെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് അന്ന് കാണാമെന്ന്. വൈറലായിരുന്നു. ഏറ്റുമാനൂർ VN വാസവൻ, മന്ത്രി VN വാസവൻ ഇപ്പോഴും പിന്നിലാണ്. അവിടെ ഏതാണ് എനിക്ക് തോന്നുന്നു 1 മണിക്കൂറായി തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് DCC പ്രസിഡന്റാണ്. അദ്ദേഹം ഇപ്പോഴും ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ ഒരു വ്യക്തമായ ലീഡ് അദ്ദേഹം കാത്തു. Powered by Medline Academy, NCLEX Saran classes for nurses and Achayans Gold. സ്വർണ്ണം ഉയർന്ന വിലയിൽ വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണമെടുത്ത് ഉയർന്ന വിലയിൽ വിൽക്കുവാൻ സഹായിക്കുന്നു. 21 വർഷങ്ങൾ, 45-ൽ പരം ബ്രാഞ്ചുകൾ. അച്ചയൻസ് ഗോൾഡ്, കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട. നിങ്ങളുടെ സ്വപ്നം USA, കാനഡ, ഓസ്ട്രേലിയ രജിസ്റ്റേർഡ് നഴ്സാകാനാണോ? NCLEX Saran എക്സാം വിജയിക്കാൻ നിങ്ങൾക്ക് വേണ്ട അറിവുകളും സപ്പോർട്ടും വേൾഡിലെ തന്നെ നമ്പർ 1 ആയ മെഡ്ലൈൻ അക്കാഡമി നിങ്ങൾക്ക് നൽകുന്നു. മിസ്റ്റർ ഐൻസ്റ്റീൻ ഡെന്നിസിന്റെയും മിസസ് ടിൻസി മാത്യുവിന്റെയും പരിചയ സമ്പത്ത് നിങ്ങളെ സഹായിക്കുന്നു. മെഡ്ലൈൻ അക്കാഡമിക്കൊപ്പം നിങ്ങളുടെ നഴ്സിംഗ് കരിയർ ഭദ്രമാക്കാം.